ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ വേഴക്കോട് 5-ാം വാർഡിൽപ്പെട്ട നമ്മുടെ പാലോത്ത് വേഴക്കോട് റോഡിൻ്റെ വക്കിലാണ്. ഇവിടെ ഈ റോഡിന് പ്രത്യേകത, വർഷങ്ങളായി ഇത് വീതി കുറഞ്ഞ ഒരു റോഡാണ്. മുകളിലുള്ള വ്യക്തികളുടെ മതിലിൻ്റെ കല്ലും മണ്ണും താഴോട്ട് പതിച്ചിട്ട് ഈ വീതിയില്ലാത്ത സ്ഥലത്ത് വീണ്ടും വീതി കുറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഈ റോഡിൻ്റെ മുകൾ ഭാഗം നമ്മുടെ വേഴക്കോട് വാർഡിൽപ്പെട്ടതും താഴെ ഭാഗം നമ്മുടെ തെഞ്ചേരി വാർഡിൽപ്പെട്ടതാണ്. തെഞ്ചേരി വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം വാർഡ്. 7-ാം വാർഡും 5-ാം വാർഡും സംയുക്തമായി ഉൾക്കൊണ്ടുകൊണ്ട ഒരു റോഡാണ് നമ്മുടെ പാലോത്ത് വേഴക്കോട് റോഡ്. ഈ റോഡ് വളരെയധികം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലൂടെ ഒരു ദിവസം 6ഉം 7ഉം പ്രാവശ്യം സ്കൂൾ വണ്ടികൾ പോകുന്നുണ്ട്. വളരെ അപകടകരമായ രീതിയിലാണ് ഈ സ്കൂൾ വണ്ടിയിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത്. കാരണം ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ, എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഇവിടെ വീതിയില്ല. പണ്ട് നല്ല വീതി ഉണ്ടായിരുന്നു, പിന്നെ കയ്യേറിക്കൊണ്ട് വീതി കുറഞ്ഞിരിക്കുന്നു. വളരെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇവിടുത്തെ 7-ാം വാർഡ് മെമ്പറും തെഞ്ചേരിയിൽപ്പെട്ട മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ വേഴക്കോട് വാർഡിൽപ്പെട്ട 5-ാം വാർഡ് മെമ്പറും സംയുക്തമായി ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സ്ഥലങ്ങളുടെ ആളുകളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ റോഡിന് വേണ്ട ഈ റോഡിൻ്റെ വീതിക്ക് ആവശ്യമായ സ്ഥലങ്ങൾ ഇവിടുത്തെ ഈ റോഡിൻ്റെ മുകളിലുള്ള ആളും താഴെയുള്ള ആളുകളും തരാൻ തയ്യാറാണ്. പക്ഷേ ഇത്രയും കാലം അവർ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ തെഞ്ചേരി വാർഡ് മെമ്പറും നമ്മുടെ വേഴക്കോട് വാർഡ് മെമ്പറും ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ സംയുക്തമായി ഒരു നടപടി സ്വീകരിക്കണം. ഈ റോഡിൻ്റെ വശങ്ങളിലുള്ള ആളുകളുമായി കൂടിയാലോചന നടത്തി ഈ റോഡിന് വീതി കൂട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതിന് ബഹുമാനപ്പെട്ട ഏറനാട് MLA PK ബഷീർ സാഹിബ് അടക്കം ഇതിന് മുൻകൈ എടുക്കേണ്ടതാണ്. ഈ റോഡിൻ്റെ ഒരു ദുഷ്കരമായ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പകർത്തുകയാണ്. ഇതാണ് ഈ റോഡ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വർഷങ്ങളായി വീതി കുറഞ്ഞ് കിടക്കുകയാണ്. പല സ്ഥലത്തും വീതി ഉണ്ടായിരുന്നു. കയ്യേറ്റങ്ങളാൽ ഇത് വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവിടെ സ്കൂൾ വണ്ടികൾ ഇവിടെ റോഡ് സൈഡ് കൊടുക്കാൻ കഴിയാതെ ഇവിടെ ഒരു കുടുങ്ങുന്ന അവസ്ഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് മുകളിലുള്ള വ്യക്തികളുടെ മതിലിൻ്റെ കല്ലും മണ്ണും താഴോട്ട് പതിച്ചിട്ട് ഉള്ള റോഡ് വീതി വീണ്ടും കുറയുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കയ്യേറ്റങ്ങളുടെ ഒരു പെരുമയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറമ്പക്കലുള്ള സ്ഥലങ്ങളെല്ലാം കയ്യേറിക്കൊണ്ട് വേലി ഇറക്കി കെട്ടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഗൗരവമായൊരു വിഷയം, ഇവിടെ നിലവിൽ വീതിയുള്ള റോഡ് കയ്യേറിക്കൊണ്ട് വീതി കുറക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 5-ാം വാർഡ് മെമ്പറും 7-ാം വാർഡ് മെമ്പറും ഇതിന് ഈ കയ്യേറ്റങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട് ഈ റോഡ് വീതി കൂട്ടാൻ ആവശ്യമായ 8 മീറ്റർ വീതി കൂട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകളായിട്ട് സംസാരിച്ച് റോഡിനാവശ്യമായ സ്ഥലം വിട്ടു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതുപോലെ തന്നെ ഈ രണ്ട് റോഡിൻ്റെ സൈഡിലും കാട് പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്ന കാരണത്താൽ ഇതിലെ ഒരു നടക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ധാരാളം പോകുന്ന ഈ വഴി വളരെയധികം പെട്ടെന്ന് കാട് പിടിക്കുന്ന കാരണത്താൽ ഏജന്തുക്കളുടെ ശല്യം ധാരാളമാണ്. കാട്ടുപന്നിയുടെയും മറ്റുള്ള മൃഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മുടെ യാത്രക്കാരെ ശല്യം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ബൈക്കുകൾ തട്ടിത്തെറിപ്പിക്കുന്ന അവസ്ഥയാണ്. പല ആളുകൾക്കും പരിക്ക് പറ്റുന്നുണ്ട്. ഈ റോഡ് ഇപ്പോൾ കുറേ വർഷമായി, ഇപ്പം ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. മനുഷ്യന് നടന്നു പോകാൻ തന്നെ രൂപത്തിൽ ആകെ അലങ്കോലമായി പെട്ടിരിക്കുകയാണ്. പിന്നെ അതും തന്നെയല്ല, ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ തന്നെ വയ്യാത്ത രൂപത്തിലാണ്. എന്തായാലും ഇതൊരു അധികാരികൾ ഒന്ന് കാണണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ പാലോത്ത് വേഴക്കോട് റോഡിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് വളരെ ധാരാളം വീതിയുള്ള റോഡായിരുന്നു. പല കയ്യേറ്റങ്ങളും നടന്നു, വീതി കുറഞ്ഞു. അതുപോലെ തന്നെ മുകളിലുള്ള സ്ഥലത്തിൻ്റെ ആളുടെ മണ്ണുകളും കല്ലും താഴോട്ട് പതിക്കുന്ന കാരണത്താൽ വീതി വീണ്ടും കുറഞ്ഞു വരുന്നു. ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഈ റോഡ് വീതി കൂട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം.
ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള പിന്നെ നമ്മുടെ കാട് അടിയിലേക്ക് വളർന്ന കാരണത്താൽ ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് പോലും നടക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണം. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു റോഡാണിത്. ഊർങ്ങാട്ടിരി പഞ്ചായത്ത് രൂപം കൊണ്ട അന്ന് മുതൽ ചരിത്രത്തിൽ ആദ്യമായി രൂപം കൊണ്ട ഫസ്റ്റിലെ റോഡാണ് നമ്മുടെ പാലോത്ത് വേക്കോട് റോഡ്. ആ പാലോത്ത് വേക്കോട് റോഡ് ഇതുവരെയും ഇവിടുത്തെ അധികാരികൾ മൈൻഡ് ചെയ്യാതെ ഇവിടെ നടക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ അടിയിൽ നോക്കുകയാണെങ്കിൽ അഗാധമായ ഗർത്തമാണ്. ഈ ഗർത്തത്തിലേക്ക് ഒരു വളരെ അപകട സാധ്യതയുള്ള ഒരു ഗർത്തമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഇവിടെ രണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് കൊടുക്കാൻ കഴിയാത്ത അത്രയും വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരനെ കുഞ്ഞുണ്ണേട്ടൻ തന്നെ 2 വാക്ക് പറയുന്നതാണ്. ആകെ 1.5 മീറ്റർ വീതിയ റോഡുള്ളത്, ഇത് പോരാ. ഒരു മീറ്ററും കൂടി കൂടുതൽ നമുക്ക് താഴെ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ 2 ഭാഗത്തു നിന്ന് കിട്ടിയാൽ മതി. നമുക്കൊരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവും. അത്ര മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ.